എന്ത് ഭംഗിയാണല്ലേ വീടിൻ്റെ മുൻവശത്ത് ഇതുപോലെ റോസുകൾ നിറയെ പൂക്കളായിട്ട് റോസ് ചെടി നിൽക്കുന്നത് കാണാൻ. നമുക്ക് മാത്രമല്ല, വീട്ടിൽ വരുന്നവർക്കും കണ്ണിന് ആനന്ദമാണ്. അവർക്കും വലിയൊരു അത്ഭുതം തോന്നും, എന്തുമാത്രം റോസാണ് ആ വീട്ടിൽ. പക്ഷേ ഇത് പലരുടെ വീട്ടിലും റോസ് പൂക്കുന്നില്ല. ഒന്നോ രണ്ടോ പൂക്കളുണ്ടാകും, പിന്നെ അത് കൊഴിഞ്ഞു പോവുകയോ ചെയ്യുന്നത്. സ്ഥിരമായിട്ടിങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നില്ല. അതിൻ്റെ കാരണം അതിന് കൊടുക്കുന്ന വളമാണ്. കുറച്ച് ചാണകപ്പൊടി എന്തെങ്കിലുമൊക്കെ വാരിയിട്ട് കഴിഞ്ഞാലൊന്നും റോസിൽ പൂവുണ്ടാവില്ല. റോസ് ആവശ്യപ്പെടുന്ന വളമാണ് കൊടുക്കേണ്ടത്. ആ വളം കൊടുക്കാത്തത് കൊണ്ടാണ് റോസ് പൂവുണ്ടാവാത്തത്. നല്ല രസമല്ലേ? ഇതൊക്കെ ബെഡ് ചെയ്തെടുത്തതാണ് കേട്ടോ. കണ്ടോ, നല്ല രസമായ പൂക്കളാണ്. ഇത് കുറേ ദിവസം നിൽക്കും. ഇത് ബെഡ് ചെയ്തതുകൊണ്ടായ കുറേ നാൾ നിൽക്കും. നാടനാണെങ്കിൽ അത് പെട്ടെന്ന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ടെല്ലാം കൊഴിഞ്ഞു പോകും. കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ നിൽക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കുന്ന വളമാണ്. അതൊരു രഹസ്യ വളം എന്ന് തന്നെ പറയാം. 2 സാധനങ്ങൾ ചേർത്താണ് ഞാനിതിന് വളം കൊടുക്കുന്നത്. ഇനി എനിക്ക് നാടൻ ഉണ്ട്. നാടൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നിറയെ പൂക്കളുണ്ടാകും. പക്ഷേ അത് പെട്ടെന്ന് തന്നെ 2-3 ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോവുക ചെയ്യുന്നത്. നല്ല രസമാണ് കാണാൻ, പക്ഷേ ഉണ്ടാവാനും ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ഇതിന് 2 ആഴ്ച മുമ്പ് കുറച്ച് വളം കൊടുത്തിരുന്നു. 2 അല്ല, ശരിക്കും 3 ആഴ്ചയായി. 3 ആഴ്ച മുമ്പാണ് ഇതിന് കുറച്ച് വളം ഞാൻ കൊടുത്തത്, ആ രഹസ്യ വളം. ആ വളം ഞാൻ നിങ്ങളോട് പറയാം. അതുണ്ടാക്കിയെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, ശ്രമകരമായ ഒരു പണിയാണ്. അതുണ്ടാക്കിയെടുക്കാൻ വലിയ ചിലവൊന്നുമില്ലാത്തതാണ്, പക്ഷേ ഉണ്ടാക്കിയെടുക്കലാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഇതാണ് നാടൻ. ഇതിങ്ങനെ വലുതായി പോകും. ഇത് പ്രൂണിങ് ചെയ്യണം. പ്രൂണിങ് ചെയ്താലാണ് ഇതിൽ പൂക്കളുണ്ടാവുകയുള്ളൂ. പ്രൂണിങ് ചെയ്യാൻ എളുപ്പമാണ്. ഇത് ഇത്രയും ഭാഗം വെച്ച് ഇങ്ങനെ ചെരിച്ച് വെട്ടിക്കളയുക. ഇത് നന്നായിട്ട് നാൾ ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അതിൻ്റെ ശേഷം അത് വരുന്നതുണ്ടോ. അപ്പോൾ ഇതേതായാലും ഒന്നും ചെയ്യണ്ട. ഇതും കട്ട് ചെയ്ത് കളയാം. ഇതിലൊരു പൂവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ആ ലീഫ് കട്ട് ചെയ്യുന്നില്ല, അതവിടെ കിടക്കട്ടെ. ഇതൊക്കെ കട്ട് ചെയ്യാം. ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇതളുകളിലെല്ലാം നിറയെ പൂക്കളുണ്ടാവും. ആ വളം ഞാൻ പറയാം, നിങ്ങളോട് പറയാം. ഇതേതായാലും ഇങ്ങനെ ഇതിൻ്റെ കട്ട് ചെയ്തു ഞാൻ അറിയാതെ. പോകട്ടെ, അപ്പോൾ എങ്ങനെയായാലും വേറെ നല്ല പൂവുണ്ടാവും. ഇത് കട്ട് ചെയ്ത് പോയതാണ്. കട്ട് ചെയ്യണ്ടായിരുന്നു എന്നാണ്, പക്ഷേ ചെയ്തപ്പോൾ അത് കട്ടായിപ്പോയതാണ്. ഇതിൽ ഇനി നിറയെ പൂക്കളുണ്ടാവും, ഇതളുകളും ഉണ്ടാവും, നിറയെ പൂക്കളുണ്ടാവും. ആ വളം ഞാൻ ഇതിന് കൊടുത്തിട്ടില്ല, കൊടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അതായത് പ്രൂണിങ് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. ഇത് നമ്മുടെ ഉള്ളിത്തോല് പൊടിച്ചതാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് ഉള്ളിത്തോലുണ്ട്. പക്ഷേ ഇത് ഒരു ചാക്ക് അമർത്തി എടുത്ത് ഉള്ളിത്തോല് ഉണക്കി പൊടിച്ചാലാണ് ഇത്രയും കിട്ടുകയുള്ളൂ. ഒരു ചാക്ക് നിറയെ വേണം, എന്നാൽ ഒരു 1/2 കിലോ കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഇത്രയും ആണ് എടുക്കുന്നത്. ഇത്രയും ഉള്ളിത്തോല് പൊടിച്ചതെന്ന് പറയുമ്പോൾ ഒരുപാട് ഉള്ളിത്തോലുണ്ട്. ഇത്രയും പൊടി കിട്ടണമെങ്കിൽ ഒരുപാട് ഉള്ളിത്തോല് എടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇത്രയും ഉള്ളിത്തോലെല്ലാം എടുത്ത് അത് നമ്മൾ മാറ്റി വയ്ക്കുക. ഞാനിപ്പോൾ അതിന് ഇട്ടതാണ്, അതുകൊണ്ട് ഇനി ഇടണ്ട. 1 സ്പൂണ് മുട്ടത്തോട് പൊടിച്ചതാണത്. കണ്ടോ, ഒരുപാട് മുട്ടത്തോട് വേണം പൊടിച്ച് കിട്ടണമെങ്കിൽ. ഞാനൊരു സന്തോഷ വാർത്ത കൂടി പറയാം. ഇത് ഓൺലൈനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഇത് റോസിന് മാത്രമല്ല, പൂച്ചെടികൾക്ക് മാത്രമല്ല, എല്ലാ പച്ചക്കറികൾക്കും ഇത് വളരെയേറെ ഫലം തരുന്നതാണ്, നല്ല റിസൾട്ട് തരുന്നതാണ് എല്ലാ പച്ചക്കറികൾക്കും. പ്രത്യേകിച്ച് ആൾക്കാർ ചെയ്യുന്നത് പച്ചമുളകിനും റോസിനുമാണ്. എന്ന് പറഞ്ഞാൽ മറ്റേ ചെടികൾക്ക് ഇത് നല്ലതല്ല എന്നല്ല, വളരെ നല്ല പ്രയോജനം ചെയ്യും. പച്ചമുളകിന് ഇത് വേണം. കറിവേപ്പ് തൈയാണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം. വലിയ കറിവേപ്പിനൊക്കെ ഇത് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ മുതലാവില്ല. തൈക്കൾക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ എല്ലാ പച്ചക്കറിയും, വെണ്ട, തക്കാളി, എല്ലാത്തിനും നമുക്ക് ഈ സാധനം ചെയ്യാം.
അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1/4 കിലോയാണ്, 1/4 കിലോയുടെ പാക്കറ്റാണ്. ഇതിന് ഞാൻ 200 രൂപയെ വാങ്ങിക്കുന്നുള്ളൂ. ഇത് പൊടിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, പൊടിക്കുന്നതും വളരെ ശ്രമകരമാണ്. ഒരു പിടി മിക്സിയുടെ ജാറിലിട്ടാലേ പൊടിക്കാൻ പറ്റുള്ളൂ. നിറയെ ഉള്ളിത്തോലിട്ടാൽ പൊടിയില്ല, കിടന്ന് കറങ്ങുള്ളൂ. അപ്പോൾ കുറേ സമയം കൊണ്ടാണ് ഇത് പൊടിച്ചെടുക്കുന്നത്. അതുപോലെ ഒരുപാട് ഉള്ളിത്തോലും വേണം ഇത് പൊടിച്ചെടുക്കാൻ. എന്നാലും ഞാൻ ഇതിന് 200 രൂപയെ വാങ്ങിക്കുന്നുള്ളൂ. പോസ്റ്റൽ ചാർജ്, അതിൻ്റെ ബോക്സിൻ്റെ പൈസ, ഇതെല്ലാം ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അതുപോലെ മുട്ടത്തോടിൻ്റെ ഇതുപോലെ 1/4 കിലോയുടെ പാക്കറ്റാണ് കൊടുക്കുന്നത്. ഇതിന് 150 മേടിക്കുന്നുള്ളൂ. 150 രൂപയ്ക്കാണ് മുട്ടത്തോട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇത്രയും മതി. ഒരു 15-20 ദിവസം കൂടുമ്പോൾ ഇത്രയും സാധനം ഒരു ചെടിക്കിട്ടാൽ മതി. പച്ചമുളകിനാണെങ്കിലും റോസിനാണെങ്കിലും മറ്റു പൂച്ചെടികൾക്കാണെങ്കിലും ഇത്രയും വീതം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ആ നാടൻ കാണിച്ചില്ലേ നിങ്ങളെ നേരത്തെ, ഇത് അതിന് ഇട്ട് കൊടുക്കാൻ പോകുന്നു ഒരെണ്ണത്തിന്. ഇത് രണ്ടും കൂടിയും ചേർത്തതാണ്. ആദ്യം ആ ചുവന്ന പൂവുള്ള റോസയ്ക്ക് ഞാൻ ഇട്ടതാണ് 3 ആഴ്ച മുമ്പ്. ഇത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒന്ന് കൈ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് മാന്തിയിട്ട് ഇത് ആണിയാണ് കേട്ടോ. ആണി നല്ലതാണ് റോസിന് ഇട്ട് കൊടുക്കുന്നത്. തുരുമ്പിച്ച ആണിയാണെങ്കിൽ വളരെ നല്ലത്. കോവലിനും പാവലിനും കരിവേപ്പിനും തുരുമ്പിച്ച ആണി ഇട്ടാൽ വളരെ നല്ലതാണ്. ആണി വേണമെന്നില്ല, തുരുമ്പിച്ച എന്ത് സാധനം ഇട്ടാലും നല്ലതാണ്. അപ്പോൾ നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഇട്ട് കൊടുക്കാം. 1 സ്പൂണാണ് എടുത്തിട്ടുള്ളൂ. ഒരു സ്പൂണ് നിറയെ എടുക്കണ്ട കേട്ടോ. ഇപ്പോൾ തന്നെ ന്യായമായിട്ടുണ്ട് ഇത്. ഇനി നനച്ചാൽ മതി. ഇതിന് വൈകുന്നേരം ഇട്ട് കൊടുക്കാം. ഉള്ളിത്തോലിൽ നിറയെ പൊട്ടാഷാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. പൊട്ടാഷ് കൂടാതെ സൾഫർ, ഫോസ്ഫറസ് ഇതെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ട്. മൂലകങ്ങളെല്ലാം ഉണ്ട്. മുന്നിട്ട് നിൽക്കുന്നത് പൊട്ടാഷാണ്. അതുകൊണ്ടാണ് ഉള്ളിത്തൊലി ഇട്ട് കൊടുക്കുന്നത്. ഈ ഉള്ളിത്തൊലി ആൾക്കാർ ചില തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഉള്ളിത്തൊലി മാത്രം ഇങ്ങനെ ഇവിടേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടും. ഉള്ളിത്തൊലി ഒന്നും ചെയ്യാതെ ഉള്ളിത്തൊലിയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നു. അത് നമ്മുടെ എല്ലുപൊടി പോലെയാണ്. 4-5 മാസം കഴിയാതെ അത് മണ്ണിലേക്ക് ലയിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉള്ളിത്തൊലി പൊടിച്ച് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ഉണങ്ങിയിട്ട് ആ ഉണങ്ങിയ സമയത്ത് ഉച്ചയ്ക്ക് തന്നെ ആ ഉണങ്ങി കിടക്കുന്ന ഉള്ളിത്തോൽ എടുത്തുകൊണ്ടുവന്ന് പൊടിച്ചാലേ പൊടിയുള്ളൂ. അപ്പോൾ പൊടിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമാണ്. അങ്ങനെയാണെങ്കിലേ പൊടിയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കൊടുക്കുന്ന ഈ മുട്ടത്തോട്ടിനകത്ത് കാൽസ്യമാണ് കണ്ടൻറ്റ് കൂടുതലായിട്ടുള്ളത്. ഇതുപോലെ അതിൽ ഫോസ്ഫറസ്, മഗ്നീഷ്യം എല്ലാം ഉണ്ട്. പക്ഷേ മുന്നിട്ട് നിൽക്കുന്ന കാൽഷ്യം ആയതുകൊണ്ട് അതും ചെടിക്ക് വളരെ പ്രധാനമാണ്. അപ്പോൾ പൊട്ടാഷ്യം, കാൽഷ്യം, പിന്നെ നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടിയൊക്കെയാണ് ഈ ചട്ടിയിൽ നിറയ്ക്കുന്നത്. ആ നിറച്ച ചട്ടിയിലാണ് നമ്മളിത് നടുന്നത്. പിന്നീട് അങ്ങനെ വളം ചെയ്യാറില്ല. ഈ 2 സാധനമേ കൊടുക്കാറുള്ളൂ. ഏറ്റവും നല്ലതുമാണിത്. അപ്പോൾ ഉള്ളിത്തോലും മറ്റേ മുട്ടത്തോടും ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സാപ്പ് ചെയ്യുക. ഞാൻ വാട്സാപ്പ് നമ്പർ ഇതിൽ ചേർക്കാം. അതുപോലെ ഗൂഗിൾ പേ ചെയ്യേണ്ട വേറെ നമ്പറാണ്. ആ ആവശ്യം പറഞ്ഞാൽ ഗൂഗിൾ പേ നമ്പരും അയച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യുക. എൻ്റെ ഇടത്തും വലത്തും നിൽക്കുന്നത് പൊന്നാങ്കണ്ണി ചീരയാണ്. നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചീരയാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഔഷധ ചീരയാണ്. അതാവശ്യമുള്ളവർക്ക് ഞാനിവിടെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അത് 200 രൂപയാണ്. 25 മുതൽ 30 തണ്ട് വരെ നടാവുന്ന പാക്കറ്റാണ്. 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതും കറ്റാർവാഴ തൈക്കളുമൊക്കെ ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ട ഒരു സഹായം എന്ന് പറയുന്നൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.